അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പച്ചരി എടുക്കാം. പച്ചരിയിൽ മാത്രമല്ല ഇത് എല്ലാ ടൈപ്പ് അരിയിലും ചെയ്യാവുന്നതാണ്. ഇനി ഈ പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുതിരാനൊന്നും പാടില്ല. കുതിരാതെ നമുക്ക് ഇതിന്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ച് ഈ പച്ചരി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള പച്ചരിയാണ് ഇത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിപ്പയിലിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ തോർന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ പച്ചരി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കിട്ട് നല്ലതുപോലെ മൊരിഞ്ഞ് ഗോൾഡൻ നിറാവുന്നത് വരെ കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പൊ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാണ്. ഇതിപ്പോ ഞാനിപ്പോ ഇരുമ്പിന്റെ പാൻ ആയതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. ഈ ഒരു സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് അരി അളന്നതെങ്കിൽ അതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ 1 ഗ്ലാസ് ശർക്കര അളന്നെടുക്കുക. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര വരെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോ കപ്പിന്റെ അളവിലല്ലേ അരി അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതേ അളവിൽ തന്നെയാണ് ശർക്കരയും എടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. നമ്മൾ പൊടിച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പൊ ശർക്കര എല്ലാം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ആ ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതിന്റെ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. അപ്പൊ കല്ലും മണ്ണും പൊടിയും അഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അരി വറുത്ത് വെച്ചതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈർപ്പൊന്നുമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം ഏലക്കയാണെന്നുണ്ടെങ്കിൽ 5 or 6 ഏലക്ക അതിന്റെ തൊലി മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോഴല്ല ഏലക്ക ചേർക്കുന്നത്. ഏലക്ക പൊടി ആയതുകൊണ്ട് പിന്നീട് ചേർക്കുന്നേ ഉള്ളൂ. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇപ്പൊ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല് എടുക്കുക. എന്നിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ആ പാല് തിളച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചതുണ്ടല്ലോ, പൊടിച്ചു വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കൈ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പൊ ആ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് നമ്മൾ ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാം മാറിക്കൊള്ളും. നന്നായിട്ട് പാലുമായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. അപ്പൊ ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പൊ അത് പാലുമായിട്ടെല്ലാം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. കട്ടകളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ കുറച്ച് ബദാമും കുറച്ച് കശുവണ്ടി പരിപ്പും ചെറിയ തരികളോടുകൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിലക്കടല വേണമെന്നുണ്ടെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കുറച്ച് ബദാമും കുറച്ച് കശുവണ്ടി പരിപ്പും പൊടിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര പാനി എടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പൊ ശർക്കര പാനി ആദ്യമേ ഒഴിക്കരുത്. പാലില് നേരിട്ട് ശർക്കര പാനി ഒഴിക്കരുത്. എന്നാൽ പിന്നെ പാല് പിരിഞ്ഞു പോകും. ഈ ഒരു സമയം മാത്രമേ ശർക്കര പാനി ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാവൂ. അപ്പൊ അത് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി ഞാൻ അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരികൾ മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്ക മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് തരി നമ്മൾ അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ നെയ്യ് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മാത്രമേ എല്ലാം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ 1 കപ്പ് അരിയിൽ വെച്ചാണ് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ വേണം. അപ്പോൾ നെയ്യ് തീരെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള ചോറ് കഴിക്കുന്ന പാത്രമോ ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നെയ്യ് ബ്രഷ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് അങ്ങ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ലെവൽ ചെയ്തെടുക്കുക. ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആയി പോകും. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലോണം ഒന്ന് ലെവലായി സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. 3-4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ ചൂട് മാറുള്ളൂ. അപ്പൊ ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറി നല്ലതുപോലെ ഉറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് മെല്ലെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം 1-2 കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പൊ ഇനി ഇതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ പച്ചരി വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.